ഹലോ, അങ്ങനെ ഇതാ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ പുതിയ വീഡിയോ അല്ലാണ്ട് ആരെങ്കിലും പഴയ വീഡിയോ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നാലുള്ള അവസ്ഥ നിനക്കറിയില്ല. എന്തൊരു കാര്യം നിൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ 2-3 കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ക്ലീനിങ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ സ്പീഡിലൊക്കെ സംസാരിക്കുന്നത്, നമുക്ക് അങ്ങനെ ആവുന്നില്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞ് ആദ്യമൊക്കെ ഞാനും ഒരു ഫ്ലോ തന്നെയാണ്, ഇപ്പോഴാണ് ഇങ്ങനെ നിർത്താതെ സംസാരിക്കാൻ തുടങ്ങിയത്. ഇപ്പം പിടിച്ചിട്ട് എഴുക്കന്നെ കിട്ടുന്നില്ല, ഇങ്ങനെ സ്പീഡായി പോയി. പിന്നെ ഇങ്ങനെ ഓരോ കാര്യവും പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ സ്പീഡ് തന്നെ പറയണം, അല്ലെങ്കിൽ പിന്നെ അവിടെ സ്റ്റക്കായിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ സ്പീഡായിട്ട് സംസാരിച്ച് അങ്ങ് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു പണിയാണ് ഇന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പം ഒരു വീഡിയോ എടുത്ത് പിന്നെ ഈ ഒരു ഡൈനിങ് ടേബിളൊന്നും നമ്മളങ്ങനെ കൂടുതൽ പെരുമാറൽ ഒന്നുമില്ല. വല്ലപ്പോഴും കൂടുമ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും എല്ലാം വന്നാൽ മാത്രം. പിന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിലും അവിടെ വൃത്തിയാക്കാൻ ഉണ്ടാവില്ല, ഇങ്ങനെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടാകും. അത് ഒരാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കും. അത്രയെല്ലാം തന്നെയാണ്. വീഡിയോയിൽ കയറിയ ശേഷമാണ് ഇങ്ങനെ സ്പീഡൊക്കെ വന്നത് കേട്ടോ. അതിന് മുമ്പേ ഒരു ഉണർവില്ലാത്ത ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, യൂട്യൂബ് ചാനൽ കയറിയാൽ ഇങ്ങനെയുള്ള കുറച്ച് നല്ല ഗുണങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ. ഇത് മാത്രമല്ല, ഇനി വേറെ ഒരുപാട് നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടും ഉണ്ട് കേട്ടോ. നല്ല ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നാളെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ എടുക്കും, ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം. അതായത് ഈ ഒരു കവറിൻ്റെ അകത്ത് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ കാണണേ. അതായത് ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതാണ് കേട്ടോ. എന്നെ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് പറ്റിച്ച് എന്നോട് പറഞ്ഞ് 400 രൂപ കൊടുത്തയക്കുന്നുണ്ട്, പക്ഷെ നിനക്കില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ് അത് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അപ്പായക്കൊന്നും പറ്റില്ല പറഞ്ഞ് അങ്ങനെ പറയാനൊക്കെ ചെയ്യില്ല. 2 തവണ ഞാൻ പറ്റുന്നേരം ഹസ്ബൻഡ് പറഞ്ഞ്, എനിക്കല്ലേ ഇപ്പം കുറേ അപായൊക്കെ കിട്ടിയത്, എന്നാൽ പിന്നെ അത് മതി, ഇനി നിൽക്കില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങനെ സമ്മതിച്ച്. പക്ഷേ പൊട്ടിച്ച് നോക്കുമ്പോൾ 2 ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ തന്നെ ഇരിക്കുമെന്ന്. അപ്പം നല്ല അടിപൊളി അപായാണ്, നിങ്ങൾ കാണണം കേട്ടോ ഈ ഒരു വീഡിയോ. ഇനി ഇതിൻ്റെ കുറച്ച് ബാക്കി ഭാഗം വീഡിയോൻ്റെ ഹെൻഡിലാണ് കൊടുക്കുന്നത്. ഒരേ ഇതിൽ കൊടുത്താലേ വീഡിയോ കാണാൻ ഒരു ചുങ്കുണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണ് ഇടുന്ന ആളി വരുന്നത് ഒരു വല്ലാത്തൊരു പെണ്ണ്, അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കില്ലേ, ഞാൻ ഇടയ്ക്കൽ ഇങ്ങനെ തന്നെയാണ്. ഇന്ന് ഞാൻ വീഡിയോ പിടിക്കുന്നതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയതിനെ അന്നേരമാണ് എനിക്ക് യൂട്യൂബ് കോർണർ ഷമീർക്ക് പറഞ്ഞത് ഓർമ്മ വന്നത്. അതായത് നിങ്ങൾ ഓരോരുത്തരും ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ പിടിക്കുന്നത്, ചിലപ്പം അത് കഞ്ഞിമ്പള്ളത്തിൽ വീണ് പോകുന്നുണ്ടാവും, ട്രൈപോഡിൽ വീണ്ടും ഫോൺ അങ്ങനെ കംപ്ലൈൻ്റ് ആകുന്നുണ്ടാവുന്നെല്ലാം പറഞ്ഞ്. അന്നേരം എനിക്ക് ചിരിയാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഫോണിലെല്ലാം ഇങ്ങനെ ട്രൈപോഡിലെല്ലാം വെച്ചിട്ടെല്ലാം വീണിട്ട് ഡിസ്പ്ലേ വരെ പോയിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിങ്ങനെ ഓരോ വീഡിയോ പിടിക്കുന്നത്. ഇപ്പം പിന്നെ പുതിയ ഫോണല്ലേ, അതുകൊണ്ട് എനിക്ക് പിന്നെ പേടി, അഥവാ വീണ് പോയിട്ടുണ്ടെങ്കിൽ കയ്യിലാന്നെല്ലാം വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നത്. കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതാ പറയുന്നത് അത്രയും കഷ്ടപ്പാടുണ്ട് എന്ന്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, പണം വരണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാകും. അത് സാരമില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു കഷ്ടപ്പാട് ഇതെല്ലാം തന്നെയാണ്. ഇനി ബാക്കിയുള്ള കുറേ കഷ്ടപ്പാടൊക്കെ ഓരോ വീഡിയോയിൽ പറയാൻ തോന്നും കേട്ടോ. ചില സമയം നല്ല മടിയുണ്ടാവേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിചാരിക്കും മടി പിടിക്കില്ല, വീഡിയോ എടുക്കുക എന്നാൽ മാത്രമേ അടുത്ത ദിവസം എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ആക്കാൻ ഒരു വീഡിയോ ഉണ്ടാവും എന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓതിത്തരും. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയണം. അതായത് ഞാൻ ഷോർട്സിൽ അതിനെ പറ്റിയിട്ട് അഥവാ ഷോർട്സ് കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ, അതായത് ജുലാബിൻ്റെ ഒരു കാര്യം, റബ്ബേ ജുലാബിൻ്റെ ഒരു കാര്യമല്ല, നിൻ്റെ കാര്യം, നീ അങ്ങനത്തെ ആയിപ്പോയി എന്ന് പറ. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇടയ്ക്കൊരു സ്വപ്നം കണ്ടേ, ഇപ്പം അടുത്ത് ജുലാബി കഴിക്കുന്ന സ്വപ്നമാണ് ഉണ്ടത്. അങ്ങനെ ഉണ്ടാരെങ്കിലും ഉണ്ട്, രാവിലെ നേരം വെളുത്തോക്കുമ്പോഴത്തേക്ക് ഒന്നും പറയണ്ട. ഒരു ജുലേബി ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല, മണ്ണാങ്കട്ടല്ല ജുലേബി ഇല്ല. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ മധുരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു പൂതി തോന്നും.
അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് ഇത് പോന്നേയില്ല. ഞാൻ എന്ത് ചെയ്തേ, വേഗം ടൗണിൽ പോയിട്ട് ജിലേബി വാങ്ങിയിട്ട് വന്ന്. പക്ഷേ ടൗണിൽ പോകേണ്ട വേറൊരു ആവശ്യം കൂടി ഉണ്ട് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ജിലേബി കഴിക്കണം എന്നൊരു പൂതിയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ ഇടയ്ക്ക് എനിക്കിങ്ങനെ എന്താ പറയുക, ഈ സ്വീറ്റ്സൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂതി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അവസ്ഥ. പിന്നെ നേരത്തെ പറയാൻ ബാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, അതായത് വീഡിയോൻ്റെ ഫസ്റ്റ് ഭാഗം കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ വീഡിയോൻ്റെ ഫസ്റ്റ് ഭാഗം കാണാണ്ട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തുക, നീ എന്താ മോളെ പറയുന്നത്, അല്ല ചിലപ്പോൾ ആരെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്നെ ശരിക്കും ഹസ്ബൻഡ് പറ്റിച്ച് എന്നോട് പറഞ്ഞു, ഇല്ല നിനക്കില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ വിചാരിച്ചു അതെ ശരിയായിരിക്കും, ഞാനല്ലേ ഇപ്പം വരുമ്പോൾ കൊണ്ടാകുന്നത്, അതുകൊണ്ട് ഒന്ന് മാത്രമേ ഇരിക്കുള്ളൂ എന്ന് വിചാരിച്ചു. അതായത് ഒന്ന് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തി നോക്കുമ്പോൾ കവറ് പൊട്ടിച്ചേരാന്ന് 2 കാണുന്നു. 2 കണ്ടാൽ പിന്നെ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കപ്പുറതിയില്ല. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഉണക്കത്തരണ്ടിയിട്ടുണ്ടല്ലോ, അതാണ് ഇന്ന് ഉച്ചക്ക് ചോറ്റിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ഇടയ്ക്കെല്ലാം ഇങ്ങനത്തെ കറിയൊക്കെ റെഡിയാക്കിയാലല്ലാതെ ഇന്ന് വെജും അതേപോലെ മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മടുപ്പ് പിടിക്കുന്നില്ലേ. എന്നെ വല്ലപ്പോഴും കൂടുമ്പം ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. വല്ലപ്പോഴും കൂടുമ്പേ ഉണ്ടാക്കും, കാരണം വെച്ചാൽ മക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ നിൽക്കാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തെരണ്ടി പിന്നെ ഉണക്കെല്ലാം കൂട്ടാനും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഉള്ളിയും തക്കാളിയെല്ലാം പെട്ടെന്ന് അങ്ങ് കൊമ്പന് വരാൻ വേണ്ടിയിട്ട് ഇതാ ഞാനങ്ങ് അടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഓപ്പണാക്കിയ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഉണക്കത്തരണ്ടി ഉണ്ടല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ഇടയ്ക്ക് തെരണ്ടിയെല്ലാം കൂട്ടാൻ പൂതിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ, വല്ലപ്പോഴും കൂടുമ്പോൾ മാത്രം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ ക്ലീനിങ് കുറച്ചും കൂടി ഈസി ആകാൻ വേണ്ടിയിട്ട് അടുത്തൊരു പ്ലേറ്റും കൂടി വെക്കുന്നത് കുറച്ചും നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇളക്കുന്ന ഒരു സ്പൂണും ചട്ടക്കനൊക്കെ ഉണ്ടല്ലോ, അത് വെറുതെ സ്റ്റൗവിൻ്റെ മേലെയും കൗണ്ടർ ടോപ്പിൽ ആടിയിട്ടെല്ലാം വെച്ചിട്ട് മൊത്തം നാശവശമാവും. അതിനെക്കാട്ടും നല്ലതൊരു പ്ലേറ്റും കൂടി വെച്ചാൽ മൊത്തത്തിൽ ക്ലീനാക്കുന്ന സമയത്ത് ആ ഒരു പണി കുറഞ്ഞു കിട്ടും. തെരണ്ടിയും ലേശം വെള്ളം കൂടി ചേർത്തിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങ അരവ് റെഡിയാക്കാനുണ്ട്. അപ്പം ലേശം മഞ്ഞളും അതേപോലെ തന്നെ മുളക് പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും അതെല്ലാം നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കും. എന്നിട്ട് ഇതാ ആ ഒരു തേങ്ങ അരവ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഉണക്ക കരണ്ടി എന്ന് പറയുന്നത്, ഈ ഉണക്കക്കറിയൊക്കെ ഉണ്ടാക്കുമ്പില്ലേ പിന്നെ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ആണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും മുളക് ഇട്ട കറിയുന്നതിനെക്കാട്ടിയും. ഇനി ഇതാ ഫുള്ളായിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് വരെ ആക്കിയിട്ട് ഇതൊന്നും തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ള കറിവേപ്പിലെല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ, അതുകൊണ്ട് ഞാൻ മല്ലിയില കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തെരണ്ടിൻ്റെ റെസിപ്പിയൊക്കെ ഇത്രയേ ഉള്ളൂ. ഇടയ്ക്കെല്ലാം ഇങ്ങനെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റല്ലേ, ചോറെല്ലാം അറിയാണ്ട് അങ്ങ് വീണ്ടും വീണ്ടും അങ്ങ് കഴിച്ചു പോകും. ഞാനങ്ങനെയാണ്, എനിക്കിഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോറ് അറിയാണ്ട് നല്ലോണം കഴിക്കും. അതും പിന്നെ വല്ലപ്പോഴും കൂടുമ്പോൾ ഇങ്ങനെ ഉണക്കത്തരണ്ടിയെല്ലാം വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ പുതിയ ഒരുപാട് വിശേഷങ്ങളായിട്ട് വീണ്ടും ഒക്കെ കാണാം. ബായ്.